ഡിമാൻഡ് കാണിച്ചില്ല, പരാതി പറഞ്ഞു. എനിക്കല്ലല്ലോ വീട് തന്നത്, എന്തായാലും നമ്മുടെ മക്കൾക്ക് വേണ്ടി കൊടുത്ത വീടാണ്. വീട് ചോരുന്നുണ്ട് സുധി. അപ്പൊ ഞാൻ അവിടെ നിന്ന് വീട് ഇങ്ങനെ വെള്ളം വീഴുന്നുണ്ട്, മഴ, ഇതാണ് പറഞ്ഞത്. ശരിക്കും ആ ചാനലുകാരൻ എങ്ങനെ മനസ്സിലായി വീട് ചോരുന്നുണ്ട്? ആലോചിക്കുന്ന ആ വീടൊന്ന് മാറി വേറെ ആ താക്കോല് പൂട്ടിയിട്ട് ആർക്കാണോ കൊടുത്തിട്ട് വാടകയ്ക്ക് താമസിക്കാനാണ് എൻ്റെ ഒരു തീരുമാനം, ആലോചനയാണ് ഞങ്ങളുടെ വീട്. കാരണം അങ്ങനെയാണെങ്കിൽ ഈ വീട് തന്ന സമയത്ത് തന്നെ നിങ്ങളിത് ചെയ്യണമായിരുന്നു. അല്ലാതെ വീടും മേടിച്ച് വീടും നശിപ്പിച്ചിട്ട് നിങ്ങൾ അവിടുന്ന് ഇപ്പോൾ ഇറങ്ങി കൊടുക്കാമെന്ന് പറയുമ്പോൾ വലിയ എന്തോ ധീരമായിട്ടുള്ള എന്തോ വലിയ ദാനം അല്ലെങ്കിൽ വലിയൊരു മനസ്കഥയ്ക്ക് ഉടമയാണെന്നുള്ള രീതിയിലാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത്. ഇനി ആളുകളുടെ സിമ്പതി പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് രേണു കാണിക്കുന്ന പോരാട്ട നാടകമാണെന്നുള്ളത് മനസ്സിലാക്കാൻ സാമാന്യബോധം ചോറ് കഴിക്കുന്നവർക്ക് മനസ്സിലാവും. എത്രയോ സഹായഹസ്തങ്ങൾ വന്നു. സുധി എന്ന് പറയുന്ന കലാകാരനെ സ്നേഹിക്കുന്ന എത്രയോ ആളുകൾ രേണുവിനെയും കുടുംബത്തിനെ സഹായിച്ചു. അതൊക്കെ പക്ഷെ വെറുതെ ആയി പോയി എന്നുള്ളത് സഹായിച്ച ഓരോ ആളുകൾക്കും അറിയാം. ഇവൻ 100 രൂപ കൊടുത്ത ആളുകളാണെങ്കിൽ പോലും അവരുടെ മനസ്സിലൊക്കെ വിഷമം ഉണ്ടായിട്ടുണ്ടാവും. ഇത് ഇവർക്ക് ഞാൻ കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ, അല്ലെങ്കിൽ എന്തിനു വേണ്ടി ഞാൻ ഇവർക്ക് വേണ്ടി കൊടുത്തു, നന്ദിയില്ലാത്തവർക്ക് വേണ്ടി എന്തിനു കൊടുത്തു എന്നുള്ളത്. വെറുതെ എടുത്ത് ആറ്റിൽ കളഞ്ഞിരുന്നെങ്കിലും അതിൽ പോലും ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പോൾ ഇത്